പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന അനുഗ്രഹത്തിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന 4-ാം ദിവസമാണ് നാം ഈ വിശുദ്ധമായ ദൈവാലയം. ഈ 4 ദിവസം 3 ദിവസക്കാലത്ത് ജീവിതത്തിൽ വന്ന പിഴവുകള് ദൈവത്തിന്റെ വചനത്തിലൂടെ നാം തിരിച്ചറിഞ്ഞപ്പോൾ 4-ാം ദിവസം ഇതാ വിശദീകരിച്ച് മാണിക്യക്കല്ല് പോലെയാക്കി, ക്രിസ്റ്റൽ ക്ലീനാക്കി അവിടുന്ന് തന്റെ വചനത്തിലൂടെ. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:9 പറയുന്നു, അവിടുന്ന് സ്നേഹമാണ്. God is love. ദൈവം സ്നേഹമാണ്. അവിടുത്തെ സ്നേഹം 4 ദിവസം നുകർന്ന് 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 മതിവരാതെ ആയിരിക്കുകയാണ്. സ്തുതിക്കുവാൻ കരങ്ങൾ ഉയർത്താൻ ഇനിയും പറയണമോ? ദൈവം തന്ന കരങ്ങൾ ഉയരട്ടെ. സ്വർഗം മാതൃകട്ടെ. സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഇന്നുമേൽ ദൈവത്തിന്റെ കരം നീട്ടപ്പെടാൻ പോവുക. ഇന്ന് വിളവെടുപ്പിന്റെ ദിവസമാണ്. ഇന്ന് വിളവെടുപ്പിന്റെ ദിവസമാണ്. അവൻ വിതക്കാരൻ വിതച്ചു, ഫലങ്ങൾ കായ്ച്ച് പൂത്ത് ഉലഞ്ഞ് നിൽക്കുന്ന അനുഗ്രഹത്തെ ഇന്ന് വിളവിന്റെ നാഥൻ അവൻ ഇറങ്ങി വന്ന് ഓരോ മക്കളിലേക്കും അഭിഷേകത്തിന്റെ ആത്മാവിനെ നയിക്കുക. ഇന്ന് ഓരോ ദൈവമക്കളും അഭിഷേകം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഓരോരുത്തരും അഭിഷേകം ചെയ്യപ്പെടാൻ പോവുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് കരഞ്ഞ് വിളിക്കുന്നവർക്ക്, ഹൃദയം കീറി ദൈവത്തെ വിളിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ദാനം ചെയ്യാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ കരങ്ങളില് വ്യാപരിക്കട്ടെ. ഓരോ മക്കളും അഭിഷേകം ചെയ്യപ്പെടട്ടെ. അഭിഷേകം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളിൽ നിറയട്ടെ. യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തിയാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവ് അഗ്നിയാൽ സഖിയാൽ ഊർജ്ജസ്വലമായി നിറഞ്ഞതുപോലെ ആത്മാവിന്റെ അഭിഷേകം ഈ മക്കളിലേക്ക്, ജനതയിലേക്ക്, ദൈവമക്കളിലേക്ക്, ഈ ദേശം മുഴുവൻ സഭയിൽ തീയാൽ, തീയാൽ, തീ, 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 ഈശോ, ഈശോയുടെ അഗ്നി, പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഈ പ്രിയപ്പെട്ടവർക്ക് അഭിഷേകം ചെയ്യപ്പെടട്ടെ. അശുദ്ധത്തിന്മേൽ വിട്ടുകൊണ്ട് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അവിടുന്ന് രക്തം തന്ന് എനിക്ക് എടുത്ത മക്കളുടെ ഇന്ന് അധികാരമില്ല. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ചുമതലപ്പെടട്ടെ. ഇറങ്ങി വന്ന് സകലതിനെയും കുരിശിച്ചുകൊണ്ട് എത്തിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാരിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ന്യായാധിപന്മാരിൽ നിറഞ്ഞ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് അർപ്പിച്ച വിശുദ്ധന്മാരുടെ ശക്തി, അഭിഷേകം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Hallelujah. 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 Praise the Lord. പ്രിയപ്പെട്ടവരെ, ഇത് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ യൂദയായാലും സമരിയായാലും ജെറുസലേമിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എനിക്ക് സാക്ഷിയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രിയ വൈദികരിലൂടെ ഇവിടെ സംസാരിക്കപ്പെട്ടു. ഏലിമ
പ്രിയപ്പെട്ടവരെ, കുമ്പസാരിച്ച ദൈവജനങ്ങളൊക്കെ ഒന്ന് കരവേൽപ്പിക്കേ. ഹല്ലേലൂയ. ഇത്രയും പേരെ കുമ്പസാരിക്കാൻ പറ്റുള്ളൂ. ഇത്രയും പേരെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയെങ്കിൽ എല്ലാവരും കരമുയർത്തി ശ്രദ്ധിക്കട്ടെ. അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ വീണ്ടും അവസരമുണ്ട്. കേട്ട വചനങ്ങൾ അനുഗ്രഹം പരിശുദ്ധാത്മാവിന് എതിരായി ആരെങ്കിലും ചലിക്കുന്നുണ്ടെങ്കിൽ ഈശോ പറയുന്നു, ഈ ലോകത്തിൽ മാത്രമല്ല വരും ലോകത്തിൽ പോലും അതിന് തീരുമാനം തമ്പുരാനെ അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവിനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ട്, എനിക്കറിയില്ല, തമ്പുരാനെ പ്രതിവിധി അറിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, വചനത്തിൽ വിശ്വസിക്കുക, ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. നമുക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി നമ്മുടെ ദൈവത്തിന് കൊടുക്കണം. ഈ 4 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഒരു രാത്രിയോട് നമുക്ക് തന്നു. അത് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുവാനാണ് നമുക്ക് തന്നത്. അത് കുടുംബമായിട്ട് അനുഭവിക്കുന്നത് നമ്മൾ മാത്രമല്ല, ഈ ദേശം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചു നിൽക്കുകയാണ്. സമീപ ഭവനങ്ങളിൽ പോലും, വീടുകളിൽ രോഗികളായി കിടന്നവർ പോലും പ്രിയപ്പെട്ടവരെ സുഖം പ്രാപിക്കും. എനിക്കൊരു വലിയ ആത്മീയ അനുഭവമുണ്ട്. ഒരിക്കൽ തിരുവനന്തപുരം ദേശത്ത് ഒരു ശുശ്രൂഷയിലായിരിക്കുമ്പോൾ താമസിക്കാൻ ഒരു ഭവനം ദൈവം ഒരുക്കി. ദേവാലയത്തിനടുത്ത് ആ ഭവനത്തിൽ ഒരു പ്രിയപ്പെട്ട മകൻ, ആ ദേശത്ത് ഒരു ഉന്നതനായ റൗഡി, എനിക്ക് അയാൾ ആരാന്നറിയില്ല, പക്ഷേ ആ മനുഷ്യന്റെ മാനസാന്തരം ആ ഭവനത്തിൽ നടക്കുകയാണ്. ആ ഭവനത്തിൽ മാനസാന്തരത്തിന്റെ അനുഭവത്തിനായി ഈ മകൻ അവിടെ ശുശ്രൂഷയൊക്കെ കേട്ട് കടന്നു വന്നതാ. എനിക്ക് ആ വ്യക്തിയെ യാതൊരു പരിചയമില്ല. ആ വ്യക്തി പറഞ്ഞ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു, മുട്ടുമടക്കി. ആ സമയം ഞാൻ ചോദിച്ചു, പേരെന്താ? ആ പ്രിയപ്പെട്ട മകൻ പറഞ്ഞു, എന്റെ പേര് ഗബ്രിയേൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ മാലാഖമാരുടെ പേരാണല്ലോ, മാലാഖയെ പോലാണോ? അപ്പൊ ദയനീയമായിട്ടൊന്ന് നോക്കി. ഞാൻ പറഞ്ഞു, സാരമില്ല, പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്നോട് പരിശുദ്ധാത്മാവ് ചോദിച്ചേ. ഞാൻ ചോദിച്ചു, പള്ളിയുടെ പേരെന്നാ? മിഖായേൽ. ഞാൻ പറഞ്ഞു, 2 മുഖ്യ ദൂതന്മാരുടെ പേര്, പ്രവൃത്തിയും ജീവിതവും. അപ്പോഴാ പറയുന്നത്, ആകെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല മകനെ, ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്ക് വിടുതലുണ്ട്. കൂടെ ഉണ്ടായിരുന്ന സഹോദരങ്ങള്, ഈ ജീവിത പങ്കാളി, മക്കള്, ഞങ്ങളോടൊപ്പമുള്ള ജീവിതങ്ങള്, ഞങ്ങളെ ഭവനത്തിൽ നിന്ന് ഈ മകന് വേണ്ടി, ഈ പിശാച് കൊണ്ട് നടക്കുന്ന ഈ മകന്റെ വിടുതലിന് വേണ്ടി കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞു. ആ ഭവനത്തിലുള്ളവരും സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചു പ്രാർത്ഥിച്ചു. ആ മകൻ പറഞ്ഞു, ഇനി ഞാൻ ജീവിതത്തിൽ ഒന്നിനും പോകില്ല. അദ്ദേഹം തലവണക്കി ദൈവസന്നിധിയിൽ കീഴടങ്ങി. അത്ഭുതം ദൈവത്തിന്റെ, അത്ഭുതം ദൈവത്തിന് പ്രവർത്തിക്കാം. ഈ ദൈവാലയത്തിൽ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ഇന്ന് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന ഈ തിരുവചനങ്ങള്, ഈ ജില്ല മാത്രമല്ല, കേരളം മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തിലും ഈ വചനത്തിന്റെ ശക്തിയാൽ വിടുതലുണ്ടാവും. അതാണ് കർത്താവിന്റെ വചനം. കർത്താവ് പറഞ്ഞു, എന്റെ വചനം സത്യമാണ്. വചനത്തിൽ ആശ്രയിക്കുന്ന മക്കളെ കരമടിച്ച് മഹത്വം കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ ഒരു അത്ഭുതം നടന്നു. മിഖായേൽ, ഗബ്രിയേൽ എന്ന പേരുള്ള ഈ ചെറുപ്പക്കാരന്റെ മാനസാന്തരം നടന്നു. ഞങ്ങളെല്ലാവരും സന്തോഷിച്ചു. ഇറങ്ങിയപ്പം എന്നോട് വീട്ടുകാരി ചോദിച്ചു, ബ്രദറെ, എന്തോ ഉദ്ദേശത്തിലാ അങ്ങനെ പ്രാർത്ഥിച്ച്? ഞാൻ ചോദിച്ചു, എന്തോ പറ്റി? എന്നോട് പറഞ്ഞു, ബ്രദറെ, ആ മനുഷ്യൻ ഈ ദേശത്തെ ഒരു റൗഡിയാ. ഞങ്ങൾക്കൊക്കെ ഭയമാ. കയറി വന്നപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തോ കുഴപ്പത്തിന് വരിക. പക്ഷേ മുട്ടു മടക്കി നിൽക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. പുസ്തകം 14-ാം അധ്യായം അതിന്റെ 11-ാം തിരുവചനത്തിൽ വാചകം ഇപ്രകാരം പറയുന്നു, എല്ലാ മുട്ടുകളും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. കരമടിച്ച് മാറ്റമെടുക്കുക. അവിടെ ആരുമില്ല, പണ്ഡിതനില്ല, പാവനില്ല, പാപിയെന്നില്ല, നല്ലവരെന്നില്ല. എല്ലാ മുട്ടുകളും കർത്താവിന്റെ സന്നിധിയിൽ മടങ്ങും. ഇവിടെ ഞാൻ സഹോദരനോട് പറഞ്ഞു, എല്ലാ മുട്ടും മടങ്ങും. മടക്കേണ്ട മുട്ടുകള് ദൈവസന്നിധിയില്ല. ആ മകനെ ഇനി ആരും ഭയപ്പെടേണ്ട, അത് ദൈവത്തിന്റെ മകനായി എന്ന് പറഞ്ഞു മക്കളെ. പക്ഷേ അത്ഭുതം, ദൈവം ആ മകൻ ഒരു പാപി, കൊടിയ പാപത്തിന്റെ അവസ്ഥയിലായിരുന്നവൻ ദൈവ
ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ നടന്ന അത്ഭുതം നിങ്ങൾ കേൾക്കുക. കേട്ട് ഈ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോ. മിറക്കിൾ ദൈവത്തിന്റെ മിറക്കിൾസ് അവിടുന്ന് ചെയ്യും. അവിടുത്തെ മിറക്കിൾസ് പ്രിയപ്പെട്ടവരെ, അവിടെ നടന്ന കാര്യം ഇതാണ്. ഭവനത്തിൽ ഈ മകന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ വീടിന്റെ അടുത്ത വീട്ടിൽ ഒരത്ഭുതം കർത്താവ് ചെയ്തു. ആ ഭവനത്തിലെ വ്യക്തികളെ ഞാൻ കണ്ടിട്ടില്ല. ശുശ്രൂഷയ്ക്കായി ദൈവാലയത്തിലേക്ക് ഞങ്ങൾ പോകും. ആ വ്യക്തികളെ ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഭവനത്തിലെ സ്തുതിപ്പി കേട്ടപ്പോൾ അടുത്ത വീട്ടിലെ ഒരു സഹോദരി, തൊണ്ടയ്ക്ക് വലിയൊരു പ്രശ്നമായിട്ട് വന്നിരുന്ന സഹോദരി, കാൻസറിന്റെ ഏതോ വലിയൊരു കുമള തൊണ്ടയിലുണ്ടായിരുന്ന സഹോദരി, ഈ സ്തുതിപ്പ് കേട്ടപ്പോൾ ആ സഹോദരി ഭവനത്തിൽ നിന്ന് കരമുയർത്തി നിമിഷം തൊണ്ടയ്ക്ക് നിന്ന് എന്തോ ഇടിച്ചിറങ്ങി പോകുന്ന പോലെ ഒരു അനുഭവം. കരമടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം, സ്തുതിപ്പ്, അനുഗ്രഹത്തിന്റെ സ്തുതിപ്പ് ദൈവം അവിടെ പ്രവർത്തിച്ചു. എവിടെവരെ ഞാനിതൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം, മൂന്നാം ദിവസം ഞങ്ങളുടെ ധ്യാനം അവിടെ തീരുകയാണ്. പോകാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോൾ ഈ സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, അതേ ഒരത്ഭുതം. ഞാൻ ചോദിച്ചെന്താ സഹോദരി, ഇതാണോ പ്രാർത്ഥിക്കുന്ന ബ്രദറ്? അവര് പള്ളിയിൽ പോലും വന്നതല്ല. ഞാൻ ചോദിച്ചതേ, അന്ന് അവിടെ ഇന്നലെ നിങ്ങളൊക്കെ ആയിരുന്നോ അവിടെ സ്തുതിച്ചുകൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു, അതെ ഒരത്ഭുതം. എനിക്ക് നാളുകളായി എൻ്റെ തൊണ്ടയ്ക്കുള്ളിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു, അതെങ്ങനെയോ ഇടിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരി, ഇത് വലിയ അത്ഭുതമല്ലേ? നീ ധ്യാനം പോലും കൂടിയില്ല. നിന്റെ ഭവനത്തിൽ ഈശോ ഇറങ്ങി വന്നുവെങ്കിൽ ഇന്ന് ആ ഈശോയെ ഒന്ന് സ്നേഹിക്കാൻ കടന്നു വരാമോ? എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ വരും, എനിക്ക് വേണം. എന്നെ കർത്താവ് അസുഖപ്പെടുത്തിയത്, എന്നെ തൊട്ടു. ഞാൻ പോലും അറിയാതെ എനിക്ക് ഈ ദൈവത്തെ വേണ്ടായിരുന്നു, പക്ഷേ എന്നെ വേണമായിരുന്നു. കാലമടിച്ച് മാറി കൊടുക്കുക. വിശ്വസിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരെയും ഈ ലോകം മുഴുവൻ ഈ വാർത്ത കേൾക്കുന്ന സകല മക്കളിലും നിന്നെ എനിക്ക് വേണമെന്നാണ് കർത്താവ് പറയുന്നത്. നിനക്ക് എന്നെ വേണ്ടായെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ മകള് ആ ദേവാലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തി. നിങ്ങളൊരു കാര്യം ഓർത്തോണം, 2 ദിവസം ഹൃദയത്തിന് മാറ്റമില്ലാതിരുന്ന മക്കള് 3-ാം ദിവസം ഈ ഒരു സാക്ഷ്യം ആ ദേവാലയത്തിൽ, ആ ദേവാലയം മുഴുവൻ മാനസാന്തരത്തിലേക്ക് കർത്താവ് നയിച്ചു. കർത്താവിന്റെ ആത്മാവിനെ അയച്ചു. കരമടിച്ച് മഹത്വം കൊടുക്കുക. നമ്മൾ സ്തുതിക്കാതൊക്കെ മടിച്ചു നിൽക്കും. നിങ്ങൾക്ക് ദൈവം തന്ന ഈ ദൈവാലയത്തിൽ, ഈ ധ്യാനത്തിലൂടെ ഇവിടെ അടുത്തുള്ള എല്ലാ ഭവനങ്ങളിലും രോഗികൾ ആ ഭവനത്തിൽ സുഖപ്പെടും. ഭവനത്തിൽ മക്കള് അനുസരിക്കാത്തവരുണ്ടെങ്കിൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി അവിടെയെല്ലാം കടന്നു ചെല്ലും. നാളെ നിങ്ങൾ സഞ്ചരിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിലൂടെ ആയിരിക്കും. വിശ്വസിക്കുന്നവര് കരമടിച്ച് കർത്താവിനെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശരിക്ക് കർത്താവിനെ ഒന്ന് കരമടിച്ച് മഹത്താമോ? മഹത്വപ്പെടുത്താമോ? 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 ഇനി നമ്മൾ മഹത്വപ്പെടുത്താമോ? ഇന്നിനുള്ള അവസരം ഇപ്പോ. നാളെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയിൽ നിന്ന് കൈയ്യടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 4 ദിവസം ദൈവം അനുഗ്രഹമായി നൽകി. നല്ലൊരു കുമ്പസാരത്തിന് അനുഗ്രഹം തന്നു. ലഭിച്ചവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയില് ഇനിയുമുണ്ട് അനുഗ്രഹങ്ങൾ ലഭിക്കാനുള്ളവര്. അവരെ ദൈവം അനുഗ്രഹിച്ചു. നമ്മളാരും ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു വ്യക്തി അനുഗ്രഹത്തിലേക്ക് വരണമെങ്കിൽ അത് തമ്പുരാന്റെ പദ്ധതിയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാതെ ആരെയും നശിപ്പിക്കാൻ ഒരുങ്ങി നടന്ന ഒരു വ്യക്തിക്ക് ഒരു ധ്യാനം ഒരു ദേശത്ത് നടക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാനും മാനസാന്തരപ്പെടാനും സാധിച്ചു. ഈ 4-ാം ദിവസം നമ്മളുടെ ജീവിതത്തിന്റെ മാനസാന്തരത്തിലേക്ക് കർത്താവ് വിളിക്കുന്നു. മാനസാന്തരത്തിലേക്ക് വിളിക്കുമ്പോൾ ഒരു വ്യക്തി മാനസാന്തരത്തിൽ ജീവിക്കണം
കൊണ്ട് എല്ലാവരും ക്രിസ്ത്യാനിയാകില്ല. ക്രിസ്തുവിലായിരിക്കണമെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം വേണം. പാപമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നത് തന്നെയായിരിക്കണം ഒരു ക്രിസ്ത്യാനി. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. കുടുംബ ജീവിതം ദൈവത്തോടൊപ്പം തന്നെയായിരിക്കണം. വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവ് അത് തന്നെ ഓർപ്പിക്കുന്നത്, മനസ്സാന്തരമില്ലാതെ ആരെങ്കിലും ഉപദ്രവിച്ചോ ബുദ്ധിമുട്ടിച്ചോ പ്രയാസപ്പെടുത്തിയോ ജീവിച്ചാൽ അത് വലിയ പ്രശ്നമുണ്ടാകും. കഴിഞ്ഞ നാളെ ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ കാര്യമാ പറഞ്ഞത്, വിവാഹിതരായ മക്കൾ ഉദരവെള്ളം ലഭിക്കാതെ വേദനയിൽ പ്രാർത്ഥനയോടെ കഴിയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിയവർ പോലും കുമ്പസാരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇന്നലെ എന്നെ നിങ്ങളുടെ ദേശത്തുള്ള ഒരു സഹോദരി കണ്ടു. എന്നോട് പറഞ്ഞു, ബ്രദറെ, പരിശുദ്ധാത്മാവ് സത്യമായും അവിടെ ഇടപെടുന്നതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. 4 വർഷക്കാലം എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 4 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലായിരുന്ന ഞാൻ ഒത്തിരി ഇതുപോലുള്ള അനുഭവത്തെ ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പൊ അടുത്തിരുന്ന സഹോദരി എന്നോട് പറഞ്ഞു, എനിക്കും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ശുശ്രൂഷ നയിക്കുന്നത് അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് നയിക്കുന്നത്. ചുമ്മാ പറയുന്ന കാര്യമല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുക, നമ്മളെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി കൊണ്ടുപോകുവാൻ. ഒന്നോർക്കണേ, ആ മകളുടെ വേദന 4 വർഷം, ഈ 4 വർഷത്തിനകത്ത് അത്രയും താമസിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഉദരഫലത്തിന് അത്രയും വർഷത്തിന്റെ താമസം നേരിട്ടുണ്ടെങ്കിൽ ഒന്നിൽ കുടുംബത്തിനെയോ അല്ലെങ്കിൽ സമീപ ദേശവാസികളോ അയൽവക്ക ജനങ്ങളിൽ നിന്നോ ആ സഹോദരിയിൽ വന്ന തിന്മയുടെ മുറിവുകളാ കാരണം. അവളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകും. വെറുപ്പെന്ന് പറയുന്ന ഒരു അശുദ്ധ തിന്മ അറിയാതെ ആ മകളിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. നമ്മളുടെ നാവിനെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് നിലനിൽക്കണമെങ്കിൽ സംസാരം കൃത്യമായിരിക്കണം. പരിശുദ്ധാത്മാവിനെ അവിടുന്ന് ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ ആ ദാനത്തെ നമുക്ക് കൊണ്ടു നടക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ കൃത്യമായിരിക്കണം. നമ്മുടെ ഹൃദയത്തെയും ആദരത്തെയും നമ്മൾ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുമ്പസാരം കഴിഞ്ഞ് നമുക്ക് ഈ ദൈവാലയത്തിലായിരിക്കുകയാണ്. ആരുടെയൊക്കെ മുഖത്താ സന്തോഷം? എത്ര പേരൊക്കെ സന്തോഷിക്കുന്നുണ്ട്? ചിരിക്കുന്നവരെ എന്ന് കാണട്ടെ. ചിരിക്കുമോ? ഈശോയ്ക്ക് വേണ്ടി ഈശോയെ നോക്കിയൊന്ന് ചിരിച്ച്. അതാ ദിവസം സത്യത്തിൽ എത്ര ദിവസം ധ്യാനം വേണം, അപ്പോൾ ചിരിച്ചു വരണമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിരിക്കാം. എങ്ങനെയാ? നമ്മളെ ചിരിപ്പിക്കുന്നവരുണ്ട്. എങ്ങനെയാ? നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു പെട്ടിയുണ്ടല്ലോ, അല്ലേ? ആ പെട്ടിക്കകത്ത് വരുന്നവരെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ചിരിയ. തട്ടിയിട്ടും മുട്ടിയിട്ടും കുട്ടിയിട്ടും പട്ടാളം കുട്ടി ഇതൊക്കെ കാണുമ്പോൾ അല്ലേ? കണ്ടില്ലേ? ആദ്യകാലത്തൊക്കെ ടിവിയിലെ ഒരു സംഭവം വരും. ആ സംഭവത്തിനകത്ത് ഹിന്ദിയിലാണ്. അന്നേരം ഇതിനകത്ത് കേൾക്കാം അവരെന്തേലും ഹിന്ദിയിൽ തമാശകൾ പറയുമ്പോൾ പറയുന്നുണ്ട്. ഇങ്ങനെയല്ലേ വലിയ പറയുന്നുണ്ടോ? നമ്മളിങ്ങനെ വെച്ച് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് വേണ്ടി പറയുക 34-ാം അധ്യായം അതിന്റെ 5-ാം തിരുവചനം അവിടെ പറയുക, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിതമായില്ല. വചനത്തെ മാനിച്ചെങ്കിലും കരമടിച്ച് മഹത്വം. ഉറങ്ങി നടക്കേണ്ടവരല്ല ക്രിസ്തീയതയിലുള്ളവര്, ഉണർന്ന് നടക്കേണ്ടവരാ. പറഞ്ഞു എപ്പോഴും സന്തോഷമുള്ളവരായിരിക്കണം. പരിശുദ്ധാത്മാവിനെ കിട്ടിയെങ്കിൽ ഇത് നടക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിലുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് ക്രിസ്ത്യാനിക്കില്ലേ? ഉണ്ടോ? പരിശുദ്ധാത്മാവുള്ളവർ എങ്ങനെയാ? പരിശുദ്ധാത്മാവുള്ളവരെ സന്തോഷിക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ സന്തോഷമോ? എപ്പോഴാ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്? എപ്പോഴാ? എന്തോ
പെന്തക്കോസ്ത ദിനം വന്നപ്പോഴായിരുന്നോ വീട്ടിൽ ജനിച്ചത്? പെന്തക്കോസ്ത ദിനം വന്നപ്പോഴാണോ ജനിച്ചത്? അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിന് 14-ാം തിരുവചനം സഹോദരി പറഞ്ഞ കാര്യം വചനത്തിലുണ്ട്. പരിശുദ്ധ ദൈവമാതാവിനോടൊപ്പം പരിശുദ്ധ മറിയത്തോടൊപ്പം സ്ത്രീഹന്മാര് സഹ്യനോട്ടിശാലയിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവരുടെ അധ്യക്ഷ സ്ഥാനത്ത് ദൈവമാതാവ് ഉണ്ടായിരുന്നു. കരമടിച്ച് മാതാവൾക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ കടന്നു വരുവാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വന്നു. അത് സത്യമാണ്. പെന്തക്കോസ്ത ദിനത്തിൽ അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായം അതിന്റെ 4-ാം തിരുവചനത്തിൽ വചനം ഇപ്രകാരം പറയുന്നു. അവർ സമ്മേളിച്ചിരുന്ന ഭവനത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അഗ്നിനാവുകളായി സ്ത്രീഹന്മാരുടെ മേൽ അവിടെ സമ്മേളിച്ചിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വന്നു. വിശ്വസിക്കുന്നവരെ കരമടിച്ച് മാതൃകൾക്ക് നമുക്ക് ദാനമായി ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ തൃത്വത്തിലെ മൂന്നാമനെ തമ്പുരാൻ അയക്കും. ഈശോ ഭൂമിയിൽ വന്നു. ഇവിടെ വന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ കർത്താവ് അനുവദിച്ചു. തന്റെ മക്കൾക്കായി തന്റെ ഏകജാതനെ നമ്മൾ കൊടുക്കുമോ? 3 കുഞ്ഞുണ്ടെ കൊടുക്കുമോ? 6 കുഞ്ഞുണ്ടെ കൊടുക്കുമോ ചോദിച്ചാൽ തന്റെ ഏകജാതനെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നു, തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം പൊന്നുതമ്പുരാൻ സ്നേഹിച്ചു പിതാവായ ദൈവം. പ്രിയപ്പെട്ടവരെ, ഇത് കഥയല്ല, ഇത് സത്യമോ വചനമാണ് സത്യം. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ അങ്ങനെ സ്നേഹിച്ച് നമുക്കിവിടെ തന്ന് ഏതാണ്ട് 30 വർഷക്കാലം അപ്പനെയും അമ്മയെയും നോക്കി ജീവിക്കുന്ന ഒരു കുടുംബ ജീവിതം. പ്രിയപ്പെട്ടവരെ, ഈശോ കുടുംബ ജീവിതത്തിൽ അപ്പനെയും അമ്മയെയും സഹായിച്ചു. പ്രിയ കുഞ്ഞുമക്കളെ, ഇവിടെ ആയിരിക്കുന്നവരെ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കണമെങ്കിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നാൽ കിട്ടുകയില്ല. ഉണർന്നിരിക്കുന്നവരിലേക്ക്, സ്തുതിച്ച് ദൈവത്തെ മാതപ്പെടുന്നവരിലേക്ക് അവിടുത്തെ ദാനമായ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ നോക്കി ഈശോ, മാതാപിതാക്കളെ വിളിക്കപ്പെട്ടെങ്കിൽ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരാണെങ്കിൽ ഈശോ ഇപ്പൊ കരമടിച്ച് ആദ്യം പറ, തമ്പുരാനെ എന്റെ ഭവനത്തിലും ഈശോ അങ്ങനെ ചെയ്തപോലെ മക്കളെ ആക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് കുടുംബങ്ങൾ മുഴുവൻ മക്കളെ ഓർത്ത് വേദനിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ള ഒരു കുഞ്ഞുങ്ങളും നഷ്ടപ്പെടത്തില്ല. ഇന്നലെ ഈ ദൈവാലയത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനേകം മക്കളിൽ നിറഞ്ഞു. അനേകം മക്കൾക്ക് ദാഹമുണ്ടായി. പരിശുദ്ധാത്മാവിനെ ചോദിച്ച് ദാഹിച്ചു വന്നു. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, യുവാക്കൾക്ക് ലഭിച്ചു. യുവാക്കൾ കടന്നു വന്നു. അപ്പൊ ചോദിക്കും, യുവാക്കൾക്ക് മാത്രമേ ഉള്ളൂ? സഭയിൽ ദൈവം തന്നിരിക്കുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും ദൈവം തന്റെ ആത്മാവിനെ ദാനമായി നൽകും. ഒരൊറ്റ കണ്ടീഷൻ, നീ കുടുംബ ജീവിതത്തിലാണെങ്കിലും, നീ സഭയിലെ ഏത് ജീവിതത്തിലാണെങ്കിലും, ഏത് ആത്മീയ അന്തസ്സിൽ ജീവിച്ചാലും നീ നീതിമാനോ നീതിമതിയോ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുമക്കൾക്ക് ലഭിച്ച ഈ ആത്മാവിന്റെ ശക്തി നിങ്ങൾക്കറിയാമോ? ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും അവരെ തൊടാൻ സാധിക്കില്ല. അവരിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അവർ പാപം ചെയ്യില്ല. അവരെ പാപത്തിന് ഒരു വ്യക്തിക്ക് തൊടാൻ സാധിക്കില്ല. പാപ പ്രലോഭനത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അവരിൽ